Welcome back to Homex channel. Today we are continuing the chapter Permutations and Combination. Let's see what is permutations. A permutation is an arrangement in a definite order of a number of objects taken some or all at a time. അപ്പോൾ പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻ്റ് ആണ്. ആ ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനെ അറേഞ്ച് ചെയ്യുന്നു. അതിൽ നിന്ന് നമ്മൾ പെർട്ടിക്കുലറായിട്ട് കുറച്ച് ഒബ്ജക്ട്സ് സെലക്ട് ചെയ്യുന്നു. ചിലപ്പോൾ അത് മൊത്തം എടുക്കാം, എടുക്കാതിരിക്കാം. അങ്ങനെയുള്ള ഒരു അറേഞ്ച്മെൻറ്റിന് വിളിക്കുന്ന പേരാണ് പെർമ്യൂട്ടേഷൻ. പെർമ്യൂട്ടേഷനിൽ ഓർഡറിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പെർമ്യൂട്ടേഷനിൽ തന്നെ 2-3 കേസസ് വരുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. The first case is number of permutation of n different things taken are at a time where the repetition is not allowed is denoted by NPR. പെർമ്യൂട്ടേഷനിൽ n ഡിഫറെൻറ്റ് തിങ്സ് എടുത്തിട്ട് നമ്മൾ അതിൽ നിന്ന് 6 ഒബ്ജക്ട്സിനെ സെലക്ട് ചെയ്യുന്നു. ആൻഡ് ഈ കേസിൽ റെപ്പിറ്റീഷൻ എന്ന് പറയുന്നത് അലൗഡ് അല്ല എങ്കിൽ അതിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് NPR. അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ബൈ n മൈനസ് r ഫാക്ടോറിയൽ. ഫാക്ടോറിയൽ എന്താ എന്നുള്ളത് നമ്മൾ വേറെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അത് ചെക്ക് ചെയ്താൽ മതി. കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഉണ്ട്. ഇനി ഇതിന് അതെങ്ങനെയാണ് ഇത് NPR ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. The number of 3-letter words which can be formed by the letters of the word number if the repetition is not allowed. ഇവിടെ നമ്പർ എന്നുള്ള ഒരു വേർഡ് തന്നിട്ടുണ്ട്. ഈ വേർഡിലെ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് എത്ര 3-letter വേർഡ്സ് കണ്ടുപിടിക്കാം എന്നാണ് നോക്കേണ്ടത്. ഇവിടെ റെപ്പിറ്റേഷൻ അലൗഡ് അല്ല, അതായത് പിന്നെയും ആ നമ്പേഴ്സിനെ റിപ്പീറ്റ് ചെയ്ത് എടുക്കാൻ പാടില്ല. സോ ഇവിടെ n എന്ന് പറയുന്നത് എത്രയാണ്? നമ്പർ ഓഫ് ലെറ്റേഴ്സ് ഇൻ ദി വേർഡ് നമ്പർ. സോ 6. ഇനി എത്ര ലെറ്റർ വേർഡ് ഫോം ചെയ്യേണ്ടത്? 3-letter വേർഡ്. സോ r = 3. നമ്മുടെ ഫോർമുല കൺസിഡർ ചെയ്യുക. NPR. NPR എന്നുള്ളത് എന്ത് വരും? 6PR. NPRൻ്റെ ഫോർമുല എന്താ? NPR = n ഫാക്ടോറിയൽ ബൈ n മൈനസ് r ഫാക്ടോറിയൽ. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 6 മൈനസ് 3 ഫാക്ടോറിയൽ എന്ത് വരും? 6 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്യുമ്പോൾ 6 × 5 × 4 × 3 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ. 3 ഫാക്ടോറിയലും ക്യാൻസൽ ചെയ്തു. സോ നമുക്ക് ആൻസർ കിട്ടും. സോ ആൻസർ എന്ന് പറയുന്നത് 120. സോ നമ്പർ എന്ന നമ്പർ എന്ന വേർഡിലെ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് 120 ലെറ്റേഴ്സ് ഫോം ചെയ്യാൻ പറ്റും, റിപ്പീറ്റേഷൻ അലൗഡ് അല്ലെങ്കിൽ. ഇനി നെക്സ്റ്റ് കേസ് നോക്കാം. The next case is number of permutation of n different things taken are at a time when the repetition is allowed. ഇപ്പോൾ നേരത്തെ പറഞ്ഞ കേസിൽ റിപ്പീറ്റേഷൻ അലൗഡ് ആണെങ്കിൽ, അലൗഡ് അല്ല എങ്കിൽ NPRും, അലൗഡ് ആണെങ്കിൽ പറഞ്ഞത് n⁻r. നേരത്തെ കൺസിഡർ ചെയ്ത എക്സാമ്പിൾ തന്നെയാണ് എടുക്കുന്നത്. ഇവിടെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, റെപ്പിറ്റേഷൻ അലൗഡ് ആണ്. സോ n എന്ന് പറയുന്നത് 6 ആണ്, r എന്ന് പറയുന്നത് 3 ആണ്. സോ റെപ്പിറ്റേഷൻ അലൗഡ് ആകുമ്പോൾ ഫോർമുല എന്ന് പറയുന്നത് n⁻r, ദാറ്റ് ഈസ് 6⁻3. സോ ദി ആൻസർ ഈസ് 216. The next case is number of permutation of n objects where p objects are of the same kind and the rest are all different is n factorial by p factorial. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ആ ഒബ്ജക്റ്റിന് n ഒബ്ജക്ട്സ് സെലക്ട് ചെയ്യുന്നു. അതിൽ പെർട്ടിക്കുലർ ആയിട്ട് കുറച്ച് ഒബ്ജക്ട്സ് എല്ലാം സെയിം കൈൻഡ് ആണെന്നുണ്ടെങ്കിൽ അതിന് വരുന്ന പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത് n factorial by p factorial. ഇപ്പോൾ ഒരു വേർഡ് സെലക്ട് ചെയ്യാണ്, റൂട്ട്. ഈ വേർഡിലെ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് എത്ര ലെറ്റേഴ്സ് നമുക്ക് ഫോം ചെയ്യാൻ കഴിയും? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ O എന്ന് പറയുന്ന വേർഡ് ലെറ്റർ റിപ്പീറ്റഡ് ആണ് 2 പ്രാവശ്യം. സോ ഇവിടെ P ആയിട്ട് എടുക്കേണ്ടത് O എന്ന ലെറ്റർ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു? സോ 2 times. O എന്ന് പറയുന്നത് 2 times റിപ്പീറ്റ് ചെയ്യണം. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ലെറ്റേഴ്സ് ഇൻ ദി വേർഡ് റൂട്ട്, ദാറ്റ് ഈസ്
4. ഈ ഒരു കേസിലാണ് നമ്മൾ ഈ ഫോർമുല യൂസ് ചെയ്യേണ്ടത് n ഫാക്ടോറിയൽ ബൈ p ഫാക്ടോറിയൽ. കാരണം O എന്ന ലെറ്റർ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അത് പിന്നെയും എഴുതുമ്പോൾ സെയിം എഫക്റ്റ് തന്നെ ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. സോ n ഫാക്ടോറിയൽ ബൈ p ഫാക്ടോറിയൽ, ദാറ്റ് ഈസ് 4 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഈക്വൽ ടു 4 × 3 × 2 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ. ക്യാൻസലേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 12. സോ 12 ലെറ്റേഴ്സാണ് നമുക്ക് റൂട്ട് എന്ന വേർഡിലെ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് ഫോം ചെയ്യാൻ കഴിയുന്നത്. ഈ കേസിൽ തന്നെ ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് മാത്രം റിപ്പീറ്റ് ചെയ്യണമെന്നില്ല, പല ഒബ്ജക്ട്സുകൾ റിപ്പീറ്റഡ് ആണെങ്കിൽ, അതായത് നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ ഓഫ് n ഒബ്ജക്ട്സ് where p1 are of same one kind, p2 are of second kind, etc., pk are of the kth kind, and the rest if any are of different kind is n factorial by p1 factorial into p2 factorial into etc., pk factorial. അതായത് ഇപ്പോൾ ഒരു വേർഡ് സെലക്ട് ചെയ്യാണ്, അലഹബാദ്. ഇവിടെ നോക്കിയേ, ഇവിടെ കുറച്ച് ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? എ എന്ന് പറയുന്ന ലെറ്റർ എത്ര പ്രാവശ്യം റിപ്പീറ്റഡ് ആണ്? 4 ടൈംസ് റിപ്പീറ്റഡ് ആണ്. അതുപോലെ എൽ എന്ന് പറയുന്നത് എത്ര ടൈംസ് റിപ്പീറ്റഡ് ആണ്? 2 ടൈംസ്. ഈ വേർഡിൽ എ 4 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, എൽ 2 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള കേസിലാണ് നമ്മൾ ഈ ഒരു ഫോർമുല കൺസിഡർ ചെയ്യേണ്ടത്. സോ ഇവിടുത്തെ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത് എന്ത് വരും? n ആയിട്ട് എടുക്കേണ്ടത് ടോട്ടൽ നമ്പർ ഓഫ് ദി ലെറ്റേഴ്സ് ഇൻ ദി വേർഡ് അലഹബാദ് 9. p1 ആയിട്ട് എടുക്കേണ്ടത് നമ്പർ ഓഫ് ലെറ്റേഴ്സ് റിപ്പീറ്റേഷൻ ഓഫ് ലെറ്റർ എ, അതെന്ന് പറയുന്നത് 4. ആൻഡ് p2 ആയിട്ട് എടുക്കേണ്ടത് എൽ എന്നുള്ളതിൻ്റെ റിപ്പീറ്റേഷനെയാണ്, അതെന്ന് പറയുന്നത് 2. സോ ഫോർമുല എന്ന് പറയുന്നത് നമുക്ക് എന്ത് വരും? ടോട്ടൽ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ ഈക്വൽ ടു 9 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ which is equal to 9 × 8 × 7 × 6 × 5 × 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2 × 1. ക്യാൻസലേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 7560. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. സോ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ആ ഒബ്ജക്ട്സിനെയും എല്ലാം കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് വേണം ഏത് ഫോർമുല സെലക്ട് ചെയ്യുന്നു എന്ന് തീരുമാനിക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് കേസിൽ n p r എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ബൈ n മൈനസ് r ഫാക്ടോറിയൽ ആണെന്ന് പറഞ്ഞു. ഇനി ഇതിന് കുറച്ച് പെർട്ടിക്കുലർ കേസുകളുണ്ട്, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. n p n എന്ന് പറയുമ്പോൾ എന്ത് വരും? n ഫാക്ടോറിയൽ ബൈ n മൈനസ് n ഫാക്ടോറിയൽ, ദാറ്റ് ഈസ് n ഫാക്ടോറിയൽ ബൈ n മൈനസ് n എന്ന് പറയുമ്പോൾ 0 ഫാക്ടോറിയൽ. 0 ഫാക്ടോറിയലിൻ്റെ വാല്യൂ എന്താ? 1. സോ n ഫാക്ടോറിയൽ ബൈ 1 ഈക്വൽ ടു n ഫാക്ടോറിയൽ. സോ n p എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ആയിരിക്കും. അതുപോലെ n p 0 ഈക്വൽ ടു n ഫാക്ടോറിയൽ ബൈ n മൈനസ് 0 factorial, that is n factorial by n factorial, which is equal to. Find the value of n such that np5 equal to 42 into np3. ഇങ്ങനെ ഈ ഒരു കണ്ടീഷൻ ഉപയോഗിച്ചിട്ട് എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് ഫോർമുല ഉപയോഗിച്ചിട്ട് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. ദ ഫോർമുല എന്ന് പറയുന്നത് എൻ പി ആർ ഈക്വൽ ടു n ഫാക്ടോറിയൽ ബൈ n മൈനസ് r ഫാക്ടോറിയൽ. സോ np5 എന്നുള്ളത് എന്ത് വരും? n ഫാക്ടോറിയൽ ബൈ n മൈനസ് 5 ഫാക്ടോറിയൽ ഈക്വൽ ടു 42 ഇൻറ്റു n ഫാക്ടോറിയൽ ബൈ n മൈനസ് 3 ഫാക്ടോറിയൽ. ഇനി n ഫാക്ടോറിയലിനെ നമുക്ക് n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു അങ്ങനെ എക്സെട്ര ഫാക്ടോറിയൽ നമുക്ക് എഴുതാൻ സാധിക്കും. സോ അതുകൊണ്ട് ഇവിടെ നമ്മൾ എഴുതുന്നത് n ഫാക്ടോറിയലിനെ n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു n മൈനസ് 3 ഇൻറ്റു n മൈനസ് 4 ഇൻറ്റു n മൈനസ് 5 ഫാക്ടോറിയൽ വരെ എക്സ്പാൻഡ് ചെയ്യാണ്, കാരണം ഡിനോമിനേറ്റർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. n മൈനസ് 5 ഫാക്ടോറിയൽ. ഇനി നെക്സ്റ്റ് റൈറ്റ് സൈഡ് 42 ഇൻറ്റു ഇവിടെയും n ഫാക്ടോറിയലിനെ n മൈനസ് 3 ഫാക്ടോറിയൽ വരെ എഴുതാണ്. സോ n ഇൻറ്റു
n minus 1 into n minus 2 into n minus 3 factorial all divided by n minus 3 factorial. ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ടേംസിനെ എല്ലാം ക്യാൻസൽ ചെയ്യാം. n minus 3 factorialum n minus 3 ഫാക്ടോറിയലും ക്യാൻസൽ ചെയ്യാം. n minus 5ഉം n minus 5ഉം ക്യാൻസൽ ചെയ്യാം. എന്നും എന്നും കട്ട് ചെയ്യാം. n minus 1 n minus 1 n minus 2 n minus 2. സോ ബാലൻസ് വരുന്ന ടേംസ് n minus 3 into n minus 4 ഈക്വൽ ടു 42. ഇവിടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാണ്. സോ എന്ത് വരും? n സ്ക്വയർ മൈനസ് 4n മൈനസ് 3n പ്ലസ് 12 ഈക്വൽ ടു 42. ഈ പ്ലസ് 42നെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരാം. സോ n സ്ക്വയർ മൈനസ് 4n മൈനസ് 3n എന്ന് പറയുമ്പോൾ മൈനസ് 7n പ്ലസ് 12 മൈനസ് 42 ഈക്വൽ ടു 0. n സ്ക്വയർ മൈനസ് 7n മൈനസ് 30 ഈക്വൽ ടു 0. സോ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി. ഇതിനെ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരും: n മൈനസ് 10 ഇൻറ്റു n പ്ലസ് 3 ഈക്വൽ ടു 0. ഇതാണ് അതിൻ്റെ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ. സോ ഇതിൽ നമുക്ക് എന്നിൻ്റെ വാല്യൂ എന്തൊക്കെ കിട്ടും? n മൈനസ് 10 ഈക്വൽ ടു 0 ആയിരിക്കും, അല്ലെങ്കിൽ n പ്ലസ് 3 ഈക്വൽ ടു 0. സോ n ഈക്വൽ ടു എന്ത് വരും? മൈനസ് 10 ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് 10 ഓർ n ഈക്വൽ ടു -3. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താ തന്നിട്ടുള്ളത്? n ഗ്രേറ്റർ ദാൻ 4 എന്നാണ് തന്നിട്ടുള്ളത്. എന്നിന് 4ന് മുകളിലുള്ള വാല്യൂ ആണ് വരിക. സോ ഇതിൽ ഏത് വാല്യൂ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുക? n ഈക്വൽ ടു 10. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് n ഈക്വൽ ടു 10 ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് പെർമ്യൂട്ടേഷൻ എന്നുള്ള ടോപ്പിക്കിൽ വരുന്നത്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യുക. നെക്സ്റ്റ് പാർട്ട് അടുത്ത വീഡിയോയിലുണ്ട്.